Hello friends, welcome back to my YouTube channel Family Mirror of Minds. ഞാൻ സുബിത സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആങ്സൈറ്റി. ആങ്സൈറ്റി മീൻസ് ആൻറ്റിസിപ്പേഷൻ ഓഫ് ത്രെറ്റ്. അതായത് നമുക്ക് എന്തെങ്കിലും അപകടം വരുമോ എന്നുള്ള മുൻകൂട്ടിയുള്ള ഭയപ്പാടിനെയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ആങ്സൈറ്റി കൂടാതെ മറ്റൊരു ടോപ്പിക്കും കൂടെ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് GAD. സെയിം തന്നെയാണ്, പക്ഷേ ചില വ്യത്യാസങ്ങൾ കൊണ്ട് അതിനെ GAD എന്ന് വിളിക്കുന്നു. GAD മീൻസ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് ഏത് പ്രായത്തിലാണ് വരുന്നത്? ഇതിന് വല്ല ഹോം റെമഡീസ് ഉണ്ടോ? ഇത് വരാനുള്ള റീസൺസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആങ്സൈറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഫിയർ എന്താണെന്ന് നമുക്കറിയണം. അതായത് സാധാരണ ഫിയർ എന്ന് പറഞ്ഞാലും പേടി എന്ന് പറയും, ആങ്സൈറ്റി എന്ന് പറഞ്ഞാലും പേടി എന്നാണ് പറയും അല്ലേ. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫിയർ എന്ന് പറഞ്ഞാൽ വിത്ത് സ്റ്റിമുലസ്, ഒരു കാര്യം കണ്ടിട്ട് ഭയക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പാമ്പ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുക എന്ന് വെച്ചോ, അന്നേരം നമുക്കൊരു ഉള്ളിലൊരു ഭയം ഉണ്ടാവുന്നില്ലേ, അതിനെയാണ് ഫിയർ എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് പാമ്പ് വരുമോ എന്ന് മുൻകൂട്ടി ആലോചിച്ച് ടെൻഷൻ അടിക്കുക. ഇപ്പോൾ സാധാരണ പല ആങ്സൈറ്റി ഉള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, രാത്രി കിടക്കുന്നതിന് മുമ്പ് കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലെല്ലാം നോക്കും, അല്ലെ അവിടെ എല്ലാം ചെക്ക് ചെയ്ത് ഇല്ല എന്ന് കൺഫേം ചെയ്യുക. ഇപ്പോൾ ജനലെല്ലാം ആണെങ്കിൽ അതെല്ലാം ഫുൾ ക്ലോസ് ചെയ്തും ഭയങ്കര കെയർഫുള്ളായിട്ടുള്ള ഒരു ലൈഫാണ് അവർ കാണിക്കുന്നത്. അതായത് എനിക്കെന്തെങ്കിലും അപകടം പറ്റുമോ, അല്ലെങ്കിൽ പാമ്പ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമോ, അതായത് ഓൾറെഡി അവർ നോക്കി വെച്ചതാണ്, എങ്കിലും അവർക്ക് ആ ഒരു വരുമോ എന്നുള്ളൊരു പേടി. അതേപോലെ തന്നെയാണ് എന്തെങ്കിലും ഫ്യൂച്ചറിൽ അപകടം പറ്റുമോ, അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, അല്ലെങ്കിൽ ഹസ്ബൻഡിന് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആങ്സൈറ്റിയും GAD, ജനറലൈസ്ഡ് ആങ്സൈറ്റി എന്ന് പറഞ്ഞില്ലേ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ ഭയക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ എക്സാമിൻ്റെ കാര്യം, അതേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു നാളെ എന്തെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നാളെ നമുക്കൊരു സംഭവം പ്രസൻറ്റ് ചെയ്യാനുണ്ട്, ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇന്ന് തന്നെ ടെൻഷൻ ആവുമോ, അയ്യോ ഞാൻ ചെയ്താൽ ശരിയാവുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ, അല്ലെങ്കിൽ ഓഡിയൻസ് അത് ഏത് രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓഡിയൻസ് അത് എൻ്റെ ആ ഒരു പ്രസംഗം കേട്ടിട്ട് എന്നെ കളിയാക്കുമോ എന്നെല്ലാം മുൻകൂട്ടി ചിന്തിച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു മാനസികാവസ്ഥയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ, ഒരു പ്രത്യേക ഒരു വിഷയത്തെ മാത്രം സംബന്ധിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് ആങ്സൈറ്റി. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഒരു നെഞ്ചുവേദന, പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നെഞ്ചുവേദനയാണ്, അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും പ്രയാസമാണെങ്കിൽ അത് വല്ല അറ്റാക്കിലേക്ക്, ഇപ്പോൾ സാധാരണ ഹാർട്ടിലുണ്ടാവുന്നൊരവസ്ഥയാണ്, ഹാർട്ട് ബീറ്റിങ്ങിൻ്റെ അവസ്ഥ കൂടുമ്പോൾ പാൽപിറ്റേഷൻ വരിക, നമ്മുടെ ഹാർട്ട് ബീറ്റിങ്ങിൻ്റെ ലെവൽ കൂടുക, ടെൻഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ്സ് വരുമ്പോൾ. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഞാനിപ്പോൾ അടിച്ചു പോവുമോ, ഞാൻ മരിച്ചു പോവുമോ എന്നുള്ള ഒരു അവസ്ഥയാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഞാൻ പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, OCD-കാർക്കാണ് ഇത് കൂടുതലും കാണുന്നത്. OCD-കാർക്ക് മാത്രമല്ല, മറ്റ് പേഴ്സണാലിറ്റിക്കാർക്ക്, ബോർഡർ ലൈൻ അങ്ങനെയുള്ള കുറേ പേഴ്സണാലിറ്റിക്കാർക്കും ഉണ്ട്, പക്ഷേ അവർക്ക് കുറച്ചും കൂടെ അതിൻ്റെ ലെവൽ കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ജനറലൈസ്ഡ് ആങ്സൈറ്റി എന്താ? അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയത്. അപ്പോൾ നമ്മൾക്ക് അതെന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, നമുക്ക് ഒരു മെഡിസിൻസ് കൊടുത്തിട്ടോ, ഒരു തെറാപ്പീസ് കൊടുത്തിട്ടോ, കൗൺസിലിംഗ് കൊടുത്ത് നമുക്ക് ആങ്സൈറ്റിയെ പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ പറ്റും. അതേ സ്ഥാനത്ത് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഇസ് കോമൺ. അതായത് മൊത്തത്തിൽ അവർക്ക് ഫിയർ, ഒരു ദിവസം 24 മണിക്കൂർ എടുക്കുന്ന 24 മണിക്കൂറും ഭയം. അതാണ് ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ. അതായത് എല്ലാത്തിനെയും ഭയക്കുക, ഒരു കാര്യവും അവർക്കൊരു ധൈര്യത്തോടു കൂടി ചെയ്യാൻ പറ്റാതിരിക്കും. ഇപ്പോൾ കാലത്തെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കിംഗ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ, അയ്യോ ഞാൻ ചെയ്താൽ ശരിയാവുമോ, അവിടെ ഒരു പേടി വന്നു. അതേപോലെ ജോലിക്ക് പോവുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ജോലിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ, അവിടെ ഒരു ആങ്സൈറ്റി വന്നു. ദെൻ ഉച്ചയ്ക്ക് ഹസ്ബൻഡ് എന്തെങ്കിലും എന്നെ വഴക്ക് പറയും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഫുഡ് ഉണ്ടാക്കുന്നത് മോശമാവുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ഈവൻ മക്കളുടെ കാര്യം ആലോചിച്ചിട്ടുള്ള ടെൻഷൻ, രോഗത്തെക്കുറിച്ച് ആലോചിച്ചു, അത് മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലുമുള്ള ആങ്സൈറ്റി വരിക. മൊത്തത്തിൽ എല്ലാ ആങ്സൈറ്റി ഫീച്ചേഴ്സും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു അവസ്ഥയാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സാധാരണ
ഈ ആങ്സൈറ്റിയെക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ പലവരും ചിന്തിക്കും ഇതിൻ്റെ ഈ ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടാവുമോ? അതായത് സാധാരണ ആങ്സൈറ്റി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ശരീരത്തിൽ ഒരു സിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പത്തറ്റിക്, അങ്ങനെ അത് ബയോളജിക്കലി പറയുന്ന ടേംസുകളാണ്. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റംസ് കൂടുതൽ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റിംഗ് കൂടും, നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു ബ്രെയിനിൽ കൂടുതൽ സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഹെഡേക്ക്, പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൈഗ്രെയിൻ പോലുള്ള അവസ്ഥകൾ വരും, വയറിന് ഭയങ്കരമായിട്ട് ഡിസ്കംഫേർട്ട് വരും, അതായത് ഗ്യാസുമായി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾക്ക് വരികയും പിന്നീട് അത് നമുക്ക് മേ ബി ചിലപ്പോൾ ഫിസിയോളജിക്കൽ കംപ്ലയിൻറ്റിലേക്ക് പോകും. ചിലർക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ, ഇപ്പോൾ ഫുഡ് കഴിച്ചാൽ മാത്രമല്ല നമുക്ക് അധികമായിട്ടുള്ള ഫാറ്റ് അടങ്ങിയ ഫുഡ് കഴിച്ചത് കൊണ്ട് മാത്രമാണോ നമുക്ക് അറ്റാക്ക് വരുന്നത്? അല്ല, നമുക്ക് ടെൻഷൻസ് അടിച്ചാലും അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരും. അത് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഭയക്കരുത്. നമ്മളെപ്പോഴും കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയി വളരെ ശാന്തമായിട്ട് ചിന്തിക്കുക, ശാന്തമായിട്ടുള്ള ചിന്താഗതികൾ, വരാൻ പോകുന്നതിനെക്കുറിച്ച് കൂടുതൽ ആങ്ഷ്യസ് ആവാതിരിക്കുക, നമ്മൾ പ്രസൻറ്റിലിരിക്കുക. എപ്പോഴും നമ്മൾ പ്രസൻറ്റിലിരിക്കണം. നമ്മളൊരിക്കലും കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചോ നമ്മൾ കൂടുതലും ബോധേഡ് ആവാതിരിക്കുക, അതായത് നമ്മൾ അതിനെക്കുറിച്ച് വറീഡ് ആവാതിരിക്കുക. അത് തന്നെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള, അതായത് വൈറ്റൽ ഓർഗൻസിന് കുറച്ച് റിലാക്സേഷൻ കിട്ടും. അപ്പോൾ തന്നെ നമ്മൾ കുറേ കാലങ്ങളോളം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ പറ്റും. അതേസമയം നമ്മൾ ഒത്തിരി സ്ട്രെസ്സ് കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ പലവരും പറയുന്നതാണ്, ഞാൻ അങ്ങനെ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ സിഗരറ്റ് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ എനിക്ക് ഇതുപോലെയുള്ള ഒരു മൈൽഡ് അറ്റാക്ക് കഴിഞ്ഞു എന്ന് പറയും. എന്താ കാരണം? മേ ബി ദേ ഹാവ് സം ടെൻഷൻ. അവർക്ക് അല്ലെങ്കിൽ വല്ല ടെൻഷൻസ് ഉണ്ടാവും, അതായത് എപ്പോഴും മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻസ് കൊണ്ട് നടക്കുന്നുണ്ടാവും. അതും ഒരു അറ്റാക്ക് പോലുള്ള ഫിസിയോളജിക്കൽ കംപ്ലയിൻറ്റിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഞാൻ പറഞ്ഞു മൊത്തത്തിലുള്ള ഫിയർ. അപ്പോൾ ഇതിൻ്റെ സാധാരണയായിട്ട് കാണിക്കുന്ന സിംറ്റംസുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ മനസ്സിലാവാൻ പറ്റുമായിരിക്കും. അതായത് ഒന്നാമത് നമുക്ക് റെസ്റ്റ്ലെസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരവിടെ ഒതുങ്ങിയിരിക്കാൻ പറ്റാതിരിക്കും. അതായത് നിന്നാൽ ഇരിക്കാൻ തോന്നും, ഇരുന്നാൽ കിടക്കാൻ തോന്നും, വീണ്ടും ഇരിക്കാൻ തോന്നും. അങ്ങനെ ഒരവിടെ നമുക്കൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു മനസ്സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആങ്സൈറ്റിയിൽ കാണുന്ന ഒരു സിംറ്റംസ്. രണ്ടാമതാണ് ഭയങ്കരമായിട്ട് എക്സസീവായിട്ടുള്ള വറീഡ് ആവുക. അതായത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആവുമോ എന്നുള്ള മനസ്സിലേക്ക് ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക. അതായത് ഒബ്സെഷൻ, പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒബ്സെഷൻ. അതായത് അത് ഓസിക്കാർക്ക് മാത്രമല്ല കേട്ടോ. ആങ്സൈറ്റി ഇപ്പോൾ മറ്റു പേഴ്സണാലിറ്റിയിൽ ആങ്സൈറ്റി വരികയാണെങ്കിൽ അവർക്ക് ഈ ഒബ്സെഷൻ പറഞ്ഞ സംഭവം ഉണ്ടാവും. നെഗറ്റീവ്സ് ആയിട്ടുള്ള ചിന്തകൾ കൂടുതലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നീട് വരുന്ന ഫിസിയോളജിക്കൽ കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണ്? അതായത് പാൽപിറ്റേഷൻ, അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റിംഗ് കൂടുക, നമുക്ക് ഷിവറിങ് വരും. ഇങ്ങനെ ചിലവരൊക്കെ ഉണ്ടാവും നിന്നവിടെ നിന്ന് ഇങ്ങനെ ശരീരം ഇങ്ങനെ വിറച്ചുകൊണ്ടേയിരിക്കും. അതായത് ബോഡിയെ പോലും നമുക്കൊരു കാമാക്കാൻ പറ്റാതിരിക്കുക. അടുത്തതായിട്ട് കാണുന്നതാണ് നമ്മുടെ തോട്ട്, ചിന്തയെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ബ്രെയിനിനെ ഒരു മനസമാധാനപരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുക. അതായത് കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക, ഒരു കാര്യത്തിൽ അറ്റൻഷൻ കിട്ടാതിരിക്കുക, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയും ഈ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഉള്ള, അതായത് ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് കാണുന്നതാണ്. പിന്നെ കാണുന്നൊരു സംഭവമാണ് ഇടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ബാത്റൂമിലേക്ക് പോകുന്നൊരവസ്ഥ. അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ള ഒരു അവസ്ഥയാണ്. ഇപ്പോൾ എങ്ങോട്ടെങ്കിലും ലോങ് യാത്ര പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം തുടർച്ചയായിട്ട് ചിലപ്പോൾ ഒരു 6-7 തവണ ഒന്നില്ലെങ്കിൽ ടോയ്ലറ്റിൽ, അതായത് ടോയ്ലറ്റിൽ പോവും, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാനുള്ള ആ രീതിയിലേക്ക് പോവുക. അതായത് ബാത്റൂമിലേക്ക് കക്കൂസിക്ക് പോകുന്നതും കൂടി വരും. അതായത് 2-3 തവണ. അതായത് മേ ബി അവർക്ക് ഇല്ലെങ്കിൽ പോലും അവർക്ക് പോകണം എന്നുള്ളൊരവസ്ഥ വരിക. അതേപോലെ തന്നെയാണ് യൂറിൻ പാസ് ചെയ്യുന്നതാണെങ്കിലും തുടർച്ചയായിട്ട് പോകാനുള്ളൊരവസ്ഥ. ഇതും ആങ്സൈറ്റിയുടെ ഒരു സിംറ്റംസ് ആണ്. പിന്നെ അതുകൂടാതെ ആങ്സൈറ്റിയിൽ കാണുന്നൊരു സംഭവമാണ് ഈ ഷിവറിങ് ഉണ്ടാവുന്ന പോലെ തന്നെയാണ് ഒരു ഹെഡേക്ക് വരിക. ഹെഡേക്ക് മീൻസ് ഞാൻ പ്രീവിയസ്ലി പറഞ്ഞതാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ ഹെഡേക്ക് എന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും ബ്രെയിനിലുള്ള കെമിക്കൽസിൻ്റെ ചേഞ്ചസോ അല്ലെങ്കിൽ ഓവർ സ്ട്രെയിൻ കൊടുത്തിട്ടോ ഉണ്ടാവുന്നതാണ് സാധാരണ ഹെഡേക്ക് എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ഈ ഓവർ ചിന്തിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും വരുന്നതാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു സൈഡ്, ഒന്നില്ലെങ്കിൽ ലെഫ്റ്റോ റൈറ്റോ സൈഡിൽ ഉണ്ടാവുന്ന ഒരു പെർട്ടിക്കുലർ പെയിനാണ് അല്ലെ മൈഗ്രെയിൻ എന്ന് പറയുന്നത്, ചെന്നിക്കുത്ത് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട്
ഈ ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് കാണുന്നതാണ്. അതുപോലെ അവരവിടെ ഒതുങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക, അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് സംസാരിക്കുക. പിന്നെ ആൻസൈറ്റിക്കാർക്കുള്ളതാണ് ഉറക്കക്കുറവ്. സാധാരണ ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഉറക്കക്കുറവ്. പല ചിന്തകൾ വന്നിട്ട് അപകടം വരുമോ, ഞാൻ മരിക്കുമോ എന്നുള്ള ചിന്തകളെല്ലാം വന്നിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഉറക്കം കിട്ടാത്ത രീതിയിലേക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ പോവുക. പിന്നെ ഇവർക്ക് ഡയറിയ വരും, അതായത് വയറിളക്കം, ഛർദി പോലുള്ള സിംറ്റം. അതേപോലെ തന്നെ കുട്ടികളിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ ആൻസൈറ്റി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് അഡോളസെൻസ് ഏജ്. അഡോളസെൻസ് ഏജ് അതിന് തൊട്ട് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ അസുഖങ്ങളും കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് അതിൻ്റെ ഒരു വേസ്റ്റ് ലെവലിലേക്ക് വരുന്നൊരു കാലഘട്ടമാണ് അഡോളസെൻസ് ഏജ്. അപ്പോൾ ഈ അഡോളസെൻസ് ഏജിൽ എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? അത് നമ്മളുടെ ഹോർമോൺസിൻ്റെ വ്യതിയാനവും ആ സമയങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് സാധാരണ ഈ കൊച്ചുങ്ങളെ എടുത്താൽ മതിയാവും. അതായത് എക്സാം ആവുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻസ്. എല്ലാ കൊച്ചുങ്ങൾക്കും ഇല്ല, ഇതുപോലെ പ്രോബ്ലംസ്. മേ ബി പഠിക്കുന്ന കൊച്ചുങ്ങളാണെങ്കിൽ പോലും ആ ഒരു ആങ്സൈറ്റിൻ്റെ പേരിൽ നമുക്ക് ആങ്സൈറ്റി ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഒത്തിരി തോട്ട്സുകൾ വരിക, അല്ലെങ്കിൽ നമുക്ക് പേടി വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആവും. അതായത് ഞങ്ങളതിന് വിളിക്കുന്ന ഒരു വേർഡാണ് ടാബുലർ റാസ എന്ന് പറയും. അതായത് മൈൻഡ് മൊത്തം ഒരു ബ്ലാങ്ക് ഷീറ്റായി മാറുന്നൊരവസ്ഥ. അതായത് പഠിച്ച കാര്യങ്ങളെല്ലാം അന്നേരം എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ മറന്നു പോകും. അപ്പോൾ പഠിക്കുന്ന കൊച്ചുങ്ങളാണെങ്കിൽ പോലും ആങ്സൈറ്റി എന്നൊരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്കൊരിക്കലും സ്റ്റഡീസ് മേഖലകളിൽ ഷൈൻ ചെയ്യാൻ പറ്റാതെ, അതായത് ഫെയിലാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഈ ആങ്സൈറ്റിയിൽ കാണുന്ന സിംറ്റംസുകൾ. അതുകൂടാതെയാണ് രോഗത്തെക്കുറിച്ചിട്ടുള്ള ആങ്സൈറ്റി. ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഇപ്പോൾ സ്റ്റൊമക്കിൽ എന്തെങ്കിലും അസ്വസ്ഥത, ഇപ്പോൾ സാധാരണ ഈ നമുക്ക് ടെൻഷൻസ് ഉണ്ടെങ്കിൽ, സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സിംറ്റംസ്, നമുക്ക് ഇപ്പോൾ സ്ട്രെസ് പറഞ്ഞിട്ടൊരു സിംറ്റംസ് ഇല്ല അല്ലേ, പക്ഷേ അതിൻ്റേതായ മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസുകൾ എന്തൊക്കെയാണ്? വയറ് ഭയങ്കരമായിട്ട് ഡിസ്കംഫേർട്ട്, അതായത് വയറ് എപ്പോഴും ടപ്പെന്നിരിക്കുന്ന ഒരവസ്ഥ, അതായത് എപ്പോഴും ഗ്യാസ് ഫോം ചെയ്ത്. അപ്പോൾ ഇവർക്ക് ഉണ്ടാകുന്നൊരു സംബന്ധം ലാക്ക് ഓഫ് ആപ്പിറ്റൈറ്റ് എന്ന് പറയും, അതായത് വിശപ്പില്ലായ്മ. ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. മേ ബി കഴിച്ചാൽ തന്നെ അവർ വോമിറ്റ് ചെയ്യും, ഛർദ്ദിക്കും. അപ്പോൾ വയറെപ്പോഴും ഡിസ്കംഫേർട്ട് ആവുക, നെഞ്ചെരിച്ചൽ, വയറെരിച്ചൽ, തൊണ്ടയുടെ ഈ പോർഷനിലെല്ലാം അങ്ങനെ അസ്വസ്ഥത ഉണ്ടാവും. ചിലർക്ക് ബാക്കിലേക്ക് ഭയങ്കര എരിച്ചൽ. അപ്പോൾ ഇതെല്ലാം ഒരു പരിധി വരെ നമുക്ക് നെഞ്ചുവേദനയും ബാക്ക് പെയിനും ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു അറ്റാക്കാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്ക് അവരുടെ ബോഡി, അതായത് ഫിസിക്കൽ സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കും. അന്നേരവും ഇവർക്ക് അസ്വസ്ഥത വരും. അപ്പോൾ ഇവർ ഇത് ശാരീരിക അസ്വസ്ഥതയാണെന്ന് പറഞ്ഞിട്ട് ഇവർ ഫുഡ് വീണ്ടും സ്കിപ്പ് ചെയ്യും. അങ്ങനെ സ്കിപ്പ് ചെയ്ത് അത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഗ്യാസ് ഫോം ചെയ്യും. പിന്നീട് അത് ഗ്യാസിന് മാത്രമായിട്ടൊരു പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട സാഹചര്യങ്ങളാണ് സാധാരണയായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ, അതായത് നമുക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നമുക്ക് ഒരു പരിധി വരത്തേക്ക് ആങ്സൈറ്റിയെ മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ആങ്സൈറ്റി വരാനുള്ള റീസൺസ് എന്താണ് അല്ലേ? അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് ആങ്സൈറ്റി വരാനുള്ള റീസൺസ് എന്ന് പറയുന്നത് ഒന്ന് ജെനറ്റിക്കാണ്, നമ്മുടെ പാരമ്പര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മക്കളിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ ഒരു സംഭവം. പിന്നെ രണ്ടാമതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ കെമിസ്ട്രി എന്ന് പറയും, അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു അവസ്ഥ, ആ കെമിക്കൽസിൻ്റെ ചേഞ്ചസും കാര്യങ്ങളും ഒന്ന്. ദെൻ അടുത്തതാണ് സോഷ്യൽ സിറ്റുവേഷൻ. അതായത് സോഷ്യൽ സിറ്റുവേഷൻസ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് ആങ്സൈറ്റി ഇല്ല എന്ന് വെച്ചോ, മേ ബി അയാൾ ഒരു പെർട്ടിക്കുലർ ഒരു സമൂഹത്തിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടൊരു ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ അപ്രോച്ച്, ആ വ്യക്തിയോടുള്ള സമീപനം മോശമാണെങ്കിലും അവർക്ക് ആങ്സൈറ്റി വരും. പരിഹസിക്കുന്നതിലൂടെയോ, അല്ലെങ്കിൽ അവർ ഈ വ്യക്തിയെ കളിയാക്കുമ്പോഴോ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവരെ ഡിസ്കറേജ് ചെയ്ത് കണ്ടാലും മേ ബി അവർക്ക് ആങ്സൈറ്റി വരും. അടുത്തതാണ് നമ്മളുടെ സ്വന്തമായിട്ട് ഈ സൊസൈറ്റിയുടെ അപ്രോച്ച് പോലെ നമ്മുടെ ഫാമിലിയിലുള്ള സിറ്റുവേഷൻസും ഒരു കാരണമാണ്. ഇപ്പോൾ ഫാമിലിയിൽ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മോശമായ അവസ്ഥ വരുമ്പോഴും ആങ്സൈറ്റി വരും. അടുത്തതാണ് നമ്മുടെ സെൽഫ് കെയറിങ്സ്, അതായത് നമ്മുടെ സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ അല്ലേ. അപ്പോൾ സാധാരണയായിട്ട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ അബ്യൂസ്, സാധാരണ അഡോളസെൻസ് ഏജും അതിന് ശേഷമുള്ള പെൺകുട്ടികളിൽ കാണുന്ന ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ തുടർന്ന്
വളർന്നതിന് ശേഷം പിന്നീട് അവർക്ക് അതിൻ്റെ അതുമായി റിലേറ്റഡ് ആയിട്ട് ആങ്സൈറ്റി വരുന്നത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസും ആങ്സൈറ്റി വരും. കാരണം നമ്മുടെ ഫുഡിലുണ്ടാകുന്ന വ്യത്യാസം. ഇപ്പോൾ സാധാരണ നമ്മൾ അഡിക്റ്റഡ് ആയിട്ടുള്ള കുറേ ഫുഡുകളുണ്ട്. അതായത് കഫേൻ പോലുള്ള ഫുഡുകൾ, കാപ്പി, ചായ, അല്ലെങ്കിൽ ഈ ഫുഡൊക്കെ ഇല്ല, നമുക്ക് എനർജി ഡ്രിങ്ക്സ് ഒക്കെ പറയും നമ്മൾ, കൊക്കോകോല പോലുള്ള. അതൊന്നും കൂടുതലായിട്ട് കൊച്ചുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ അത് നമ്മളൊരു അഡിക്ഷൻസ് പോലെയാണ്. പിന്നെ അത് കിട്ടാതെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത. ഇപ്പോൾ സാധാരണ മദ്യപാനികളെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആ കുടിച്ചു കഴിഞ്ഞ് കുറേ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവർക്ക് കിട്ടാതെ ആകുമ്പോൾ അവർ ശരീരം ഷിവർ ചെയ്യുക, ഭയങ്കരമായിട്ട് വിയർക്കുക, ഒരവിടെ ഒതുങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതേപോലെ തന്നെയാണ് ചില ആളുകൾ പറയുന്നൊരു സംഭവമാണ്, ആ വൈകുന്നേരം ഒരു 4 മണിക്ക് ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ്. കാരണം ദേ ആർ അഡിക്റ്റഡ്. അപ്പോൾ ഈ അഡിക്ഷൻ ഇതുപോലുള്ള കഫീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ആങ്സൈറ്റിയൊക്കെ ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സാധാരണ ആങ്സൈറ്റിയിൽ കാണുന്ന മറ്റൊന്നാണ് സ്വെറ്റിങ്സ് ഉണ്ടാകുക, വിയർക്കുക. ഈ എത്ര തണുത്ത ക്ലൈമറ്റ് ആണെങ്കിലും ഈ ആങ്സൈറ്റി ഉണ്ടെങ്കിലും അവർ മൊത്തത്തിൽ ഷിവർ ചെയ്യുന്നൊരവസ്ഥ വരിക. അതേപോലെയാണ് ഉറക്കം കിട്ടാത്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ ശരീരം വിയർക്കുക, വെള്ളം കുടിക്കണം തോന്നുക, ചുമ്മാ അങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കുക. ചിലവരുണ്ട് ടെൻഷൻസ് വരുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്, ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരും. 2 രീതിയിലാട്ടോ ഓരോ ആൾക്കാരുടെ സ്ട്രക്ചർ ബേസ്, അതായത് ഫിസിക്കൽ സ്ട്രക്ചർ, അവരുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിച്ചിട്ടിരിക്കും അവരുടെ ആങ്സൈറ്റി സിംറ്റംസുകൾ അവരിൽ കാണുന്നത്. ചിലവർ ഫുഡുകൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഇത് മേ ബി അവർക്ക് പെട്ടെന്നുണ്ടാവുന്ന സൈക്കോട്ടിക് ആയിട്ടുള്ള റിലേറ്റഡ്, അതായത് അക്യൂട്ട് സൈക്കോസിസ് പോലുള്ള സിംറ്റംസുകൾ വരും. കാരണം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ പ്രീവിയസും അതിന് മുൻപുള്ള എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഉറക്കം ഒരു മെയിൻ ഫാക്ടറാണെന്ന് പറഞ്ഞു അല്ലേ. ഏതൊരു രോഗമായാലും ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അത് ന്യൂറോട്ടിക് ആവാം, സൈക്കോട്ടിക് ആവാം, എന്ത് തന്നെയാണെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ വരും. അപ്പോൾ ആങ്സൈറ്റി ആകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഉറക്കം പോവുകയാണ്. അപ്പോൾ ഉറക്കം പോയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് എന്ത് സംഭവിക്കും, സൈക്കോട്ടിക് സിംറ്റംസുകൾ പുറത്തു വരും. അതായത് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള അക്യൂട്ടായിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വരും. പിന്നെ ഈ ആങ്സൈറ്റി മെഡിസിൻ്റെ കൂടെ നമ്മൾ എന്ത് കഴിക്കേണ്ടി വരും, സൈക്കോട്ടിക് മെഡിസിൻസ് കൂടെ കഴിക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആങ്സൈറ്റി പോലുള്ള സിംറ്റംസുകൾ ആണെങ്കിൽ നമ്മളത് മാക്സിമം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കൗൺസിലിംഗ് ചെയ്തിട്ടോ മാറ്റിയെടുക്കുക. ഇപ്പം ഞാൻ പറയുന്ന കുറേ ഹോം റെമഡീസുകൾ, കുറേ ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. അതെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് മൈൻഡിനെ റിലാക്സ് ആക്കും. നമ്മൾ എപ്പോഴും മനസ്സിനെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആക്കിയാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഉണ്ടാക്കാൻ പറ്റൂ. നമ്മളുടെ ആയുസ് പോലും നീട്ടിക്കിട്ടാൻ നമുക്കൊരു പരിധിവരെ മനസ്സിൻ്റെ ആ ഒരു ശാന്തമായ ഒരു മനസ്സ് നമുക്ക് നേടിയെടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്ര ഫിസിക്കലി കൺട്രോൾ ചെയ്താലും, എക്സസൈസ് ചെയ്തു, ഫുഡ് കൺട്രോൾ ചെയ്തു, എല്ലാ രീതിയിലും നമ്മൾ ലൈഫ് റുട്ടീൻസിൽ മാറ്റം വരുത്തിയാലും നമ്മൾ മൈൻഡ് ബെറ്റർ അല്ലെങ്കിൽ മാനസികപരമായി നമ്മൾ സ്ട്രെസ് അനുഭവിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ശാരീരിക അവസ്ഥയെ മനസ്സിനെ അത് ഒത്തിരി ബാധിക്കുകയും പിന്നീട് അതൊരു ഡെത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുന്നതാണ് സാധാരണ ആങ്സൈറ്റിക്കാർക്ക് പെട്ടെന്ന്. അതായത് സാധാരണയിൽ നിന്നും കുറച്ച് ഇവരുടെ ആയുസ്സിൽ കുറവ് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ സാധാരണ ആങ്സൈറ്റി കാണുന്ന ഒരു ആളുകളാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള സിറ്റുവേഷൻസ് കൂടുതൽ കാണുന്നതാണ് ഈ IT മേഖലകളിലുള്ളവർക്ക് ഇത് കൂടുതലും കാണാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും സ്ട്രെസ്സായിട്ടുള്ള കാര്യങ്ങളാണ്, എപ്പോഴും വർക്ക് ലോഡായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും അവർ മേ ബി ഉറങ്ങാതെ കുറേ എല്ലാം വർക്ക് ചെയ്തിട്ടും ഭയങ്കര സ്ട്രെസ്സ്, മാനസികപരമായി അവർക്കൊന്ന് റിലാക്സ് ചെയ്യാനോ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനോ പറ്റാത്ത രീതിയിൽ അവരൊരു റോബോട്ടിനെ പോലെയാണ് ഈ IT ഫീൽഡിലുള്ള കുട്ടികൾ, അത് ജെൻസും ആവാം ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ആ ഒരു റിലാക്സേഷൻ കിട്ടാതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആവും. അപ്പോൾ അതിലെല്ലാം കാണുന്നതാണ് ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഇത് സബ്മിറ്റ് ചെയ്യണം. മേ ബി സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിനെ ബേസ് ചെയ്തിട്ടാണ് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ചില ടാർജറ്റിലൂടെ ചിലവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ മാസത്തിനുള്ളിൽ ഇത്ര ടാർജറ്റ് തയ്ക്കണമെന്ന്. ഇങ്ങനെയുള്ള വർക്കുകളിലൊക്കെ കൂടുതലും സ്ട്രെസ്സ് വരും. അപ്പോൾ ഈ സ്ട്രെസ്സ് വരുമ്പോഴാണ് ഇവർക്ക് കൂടുതലും അത് ആങ്സൈറ്റി രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേരിൽ അയ്യോ എനിക്ക് ആങ്സൈറ്റി വരുന്ന പറഞ്ഞിട്ട് ജോബ് ഉപേക്ഷിക്കണം എന്നല്ല പറയാം. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ സമയം, ഒരു പ്രത്യേക സമയം കണ്ടുപിടിച്ച് നമ്മുടെ മൈൻഡിന് കുറച്ച് റിലാക്സേഷൻ
നടക്കേണ്ടത് നിർബന്ധം ഒരു കാര്യമാണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബ്രെയിനാണ് ഉദ്ദേശിക്കുന്നത്. ആ ബ്രെയിന് കുറച്ച് റിലാക്സേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് നമ്മൾ ആഗ്രഹിക്കുന്ന വഴിക്ക് വരാതെ അപ്പോൾ പല രീതിയിലുള്ള പ്രോബ്ലംസിലേക്ക് പോകും. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ ഹോം റെമഡീസ് എന്താണ്? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കൊടുക്കാനുള്ളൊരു സംഭവമാണ്, ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണമെങ്കിൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ മെഡിസിൻസ് കുറേ ഉണ്ട്, ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിസിൻ കുറേ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു പുറത്ത് പോയിട്ട് നമുക്ക്, അതായത് ഒരു ഡോക്ടറെ കണ്ടിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്, ഹോസ്പിറ്റലിൽ പോയിട്ട്. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാനുള്ളതാണ് റിലാക്സേഷൻ ടെക്നിക്ക്. അതായത് നമുക്ക് വളരെ നമ്മൾ മലർന്ന് കിടന്നിട്ട് നമ്മൾ കുറേ സമയത്തേക്ക് നമ്മുടെ കാലിയുടെ ഭാഗം മുതൽ, അതായത് നമ്മുടെ കാൽ മുതൽ നമ്മുടെ തല വരത്തേക്ക് ഒന്ന് ഒബ്സേർവ് ചെയ്യുക. അതായത് ഇങ്ങനെ നമ്മൾ മനസ്സിലേക്ക് നമ്മളുടെ ബോഡിയിലുള്ള ഓരോ ഭാഗങ്ങളെയും ഇങ്ങനെ മൈൻഡിലേക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥ കുറച്ച് നമുക്ക് റിലാക്സേഷൻ കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മൾ എക്സസൈസ് ഉണ്ട് കേട്ടോ, അത് നമുക്ക് വീഡിയോസിലൂടെ ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. അത് ഇതുപോലെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുവാണെങ്കിൽ നിങ്ങൾക്കത് കാണിച്ചു തരാം. അത് കുറച്ച് ഏറ്റവും ബെറ്റർ ആണ്, പക്ഷെ നമുക്കത് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞു തരാത്തത്. അപ്പോൾ നമ്മൾ കിടന്നിട്ട് കാൽപാദം മുതൽ നമ്മുടെ തല വരത്തേക്കുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ തന്നെ നമ്മുടെ ബോഡിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കുറച്ച് റിലാക്സ് ആവും. പിന്നെ രണ്ടാമതാണ് ബ്രീത്തിങ് എക്സസൈസ്. ബ്രീത്തിങ് എക്സസൈസ് ഈസ് ബെറ്റർ. നല്ല രീതിയിലുള്ളൊരു റിലാക്സേഷൻ കിട്ടും. ബ്രീത്തിങ് എക്സസൈസ് പറഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്യുക. ലെഫ്റ്റിലൂടെ നമ്മൾ ഇതെടുത്തിട്ട് ശ്വാസം എടുത്തിട്ട് കുറച്ച് നേരം ഇവിടെ ഈ പോർഷനിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക. ദെൻ ഓപ്പോസിറ്റ് സൈഡിലൂടെ അത് പുറത്ത് കളയുക. അങ്ങനെ ഒന്നിലൂടെ 20 ടൈംസ് ചെയ്യുക. 20 ടൈംസ് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് അതുപോലെ സെയിം അതേ പ്രോസസ്സിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറേ എല്ലാം മൈൻഡിന് റിലാക്സേഷൻ കിട്ടും. മൂന്നാമതാണ് ഞാൻ പറഞ്ഞത് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ പുറത്ത് പോയിട്ട് നടക്കുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നൊരു സംഭവമാണ് സുംബ. അപ്പോൾ സുംബ ഡാൻസ് ഏറ്റവും നല്ലതാണ്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ അത് ഏത് പ്രായത്തിലും ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസാണ് അല്ലേ. കാരണം അത് പലവരും ചിന്തിക്കും ഇതെല്ലാം ഞങ്ങളുടെ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതിലൊരു പ്രായപരിധി, ഒരു ലിമിറ്റേഷൻസിൽ. ഇപ്പോൾ നമുക്കൊരു ജോബിലാണെങ്കിൽ 40 വയസ്സ് വരെ പ്രായപരിധിയുണ്ട്. സുംബയ്ക്ക് അങ്ങനെയില്ല. അപ്പോൾ സുംബ പോലുള്ള കുറച്ചും കൂടി അതെങ്ങനെയാണ്, അത് കുറച്ച് നമുക്ക് മൈൻഡിന് റിലാക്സ് ചെയ്യുന്നൊരു സംഭവം കൂടി. അതായത് ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആവുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൽ കുറേ മ്യൂസിക്കും നമ്മുടെ ബോഡി എടുക്കും. നമ്മൾ കുറച്ചും കൂടി അതായത് നമ്മുടെ പ്രായം മറന്നു പോകും. അത് മാത്രമല്ല നമ്മുടെ അപ്പോഴത്തെ പ്രസൻറ്റിലുള്ള ടെൻഷൻസൊക്കെ കുറയാനും ഒരു പരിധിവരെ ഇതുപോലുള്ള എക്സസൈസുകൾ പറ്റും. അതേപോലെ തന്നെയാണ് ബ്രീത്തിങ് എക്സസൈസ് പോലെ ഇതുപോലെ എക്സസൈസ് പോലെ തന്നെയാണ് യോഗയിൽ സൂര്യ നമസ്കാരം പോലുള്ള സംഭവങ്ങളും നമ്മൾക്ക് തുടർച്ചയായിട്ട് ചെയ്യുക. ഇപ്പോൾ പലവരും പറയുന്നതാണ് ഇതിനൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല, കൊച്ചിൻ്റെ കാര്യം നോക്കി അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കി അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകൾക്കാണ് കൂടുതലും ഈ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതിൻ്റെ കാരണം എന്തോ ഒരു പരിധി വരെ. ഇപ്പോൾ ഈ പറയുന്ന ഞാനായാലും ഒരു കൊച്ചിൻ്റെ അമ്മയാണ്. അപ്പോൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അമ്മയും അച്ഛനെ ശ്രദ്ധിക്കണ്ട എന്നല്ല പറഞ്ഞു. പക്ഷെ നമ്മളുടേതായ ഒരു സമയം കണ്ടുപിടിക്കണം. നമ്മുടേതായ സമയം കണ്ടുപിടിച്ച് നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടുപിടിച്ച് നമ്മളുടേതായ രീതിയിൽ എക്സസൈസും കാര്യങ്ങളും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഹെൽത്തി ആവും. നമ്മൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളവരെ നമുക്ക് നോക്കാനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ സാധാരണ എനിക്ക് സങ്കടകരമായ ഒരു സാഹചര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് മാനസിക രോഗങ്ങൾ സ്ത്രീകൾക്കും വരും പുരുഷന്മാർക്കും വരും. അപ്പം ഞങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഫീൽഡിൽ എനിക്ക് മനസ്സിലായത് ഈ അസുഖം വരുന്നതിൽ ആൺ പെൺ വ്യത്യാസത്തിൽ വേർതിരിവ് കാണിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഭർത്താവിന് വരികയാണെങ്കിൽ ഒരു ഭാര്യ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ആ വ്യക്തിയെ മാറ്റിയെടുക്കാൻ നോക്കും. അതേ സ്ഥാനത്ത് ഇത് ഞാൻ ജെന്യൂനായിട്ടാണ് പറയുന്നത്, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. അതേ സ്ഥാനത്ത് ഒരു സ്ത്രീക്ക് വരികയാണെങ്കിൽ ആ സ്ത്രീനെ ആദ്യ കാലങ്ങളിലെല്ലാം ഭർത്താവ് നോക്കും, അല്ലെങ്കിൽ ഭർത്താവ് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവരും. പക്ഷെ കുറേ ആകുമ്പോൾ അവർക്കൊരു മടുപ്പ് പോലെ തോന്നുന്ന രീതിയിലേക്കാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം, അത് അവരുടെ കുറ്റമല്ല,
അത് ഒരിക്കലും ആണുങ്ങളുടെ കുറ്റമല്ല. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം. നമ്മൾ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ കൊച്ചായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യസ്ഥിതിയെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ട് ജീവിക്കുക. ഹെൽത്തി ആയിട്ട് ജീവിക്കുമ്പോഴേ നമ്മൾക്ക് എല്ലാം കൈകാര്യം ചെയ്യാനും എല്ലാം നേടാനും അല്ലെങ്കിൽ എല്ലാ രീതിയിലും മക്കളെ വളർത്തുന്ന കാര്യമായാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായാലും നമ്മൾക്ക് നമ്മുടെ പേഴ്സണൽ കാര്യത്തിലെല്ലാം കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ബെറ്റർ ആവുന്ന രീതിയിലേക്ക് ലൈഫ് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾക്കൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ കുറേ രോഗങ്ങൾ വന്നിട്ട് ഒരു രോഗിയെ ജീവിക്കുന്നതിലും നല്ലതാണ് ഹെൽത്തി ആയിട്ട് കുറേ ജീവിച്ച് പിന്നീട് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടാലും നമുക്കൊരു വിഷമം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയാവുക അല്ല മറ്റുള്ളവർക്ക് ഒരു ബർഡൻ ആവുന്ന രീതിയിൽ ജീവിക്കാതെ നോക്കണമെങ്കിൽ നമ്മളെപ്പോഴും ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹെൽത്തി ആയ രീതിയിലുള്ള ഒരു ലൈഫ് റൂട്ടീൻസ് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ആങ്സൈറ്റിയുടെ ടോപ്പിക്കിൽ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഈ ആങ്സൈറ്റി നമ്മൾ മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെ കുറേ ശ്രമിച്ചിട്ടില്ലേ. ഇപ്പോൾ പലവരും സഡനായിട്ട് ആദ്യമൊന്നും ചെയ്യത്തില്ല. അതിൻ്റെ വളരെ വേസ്റ്റ് ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഒരു ഡോക്ടർ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മെഡിസിൻസിന് ഒരു 25% റോൾ ഉണ്ടെങ്കിൽ ബാക്കി 75% നമ്മളാണ് നമ്മളുടെ അസുഖങ്ങൾ മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ തന്നെ ഈ രോഗം വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലും നല്ലതാണ് വരാതെ നോക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് മൈൻഡിന് റിലാക്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം ഇതുപോലുള്ള അസുഖങ്ങൾ വരാതിരിക്കും. ഇപ്പോൾ സാധാരണ നോക്കി നല്ല എക്സസൈസും കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റിങ്സും ചുമ്മാ വീട്ടിലിരുന്ന് സമയം വേസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചുമ്മാ വീട്ടിലിരിക്കുന്ന അമ്മമാരുടെ മാനസികാവസ്ഥയും എന്തെങ്കിലും ജോലിക്ക് പോകുന്ന അമ്മമാരുടെ മാനസികാവസ്ഥയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥയായിരിക്കും, അതായത് ജോലിക്ക് പോകുന്ന ഫിസിക്കലി എൻഗേജ്ഡ് ആവുന്നവരുടെ മാനസികാവസ്ഥയായിരിക്കും ബെറ്റർ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കുക. ഇതാണ് ആങ്സൈറ്റിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്രദമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. വരുന്ന എപ്പിസോഡിൽ പുതിയ വിഷയവുമായി വരുന്നവരത്തേക്ക് ബൈ.